ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, സ്കൂൾ വിട്ട് വന്നാൽ മക്കളൊന്നും അധികമൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലോണം കഴിച്ചോളും. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വാഫിളുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ വളരെ ഈസിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു വാഫിൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വാഫിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കപ്പിലേക്ക് 1.5 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഹാഫ് ഫുള്ളും വേണ്ട, ഒരു ടേബിൾ സ്പൂണോളം മതിയാവും. ലെമണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നടുവിലായിട്ട് ചെറിയൊരു കുഴി പോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാവാനായിട്ട് വെച്ച പാലുണ്ടല്ലോ, ഇപ്പോൾ ഒന്ന് പിരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ പകുതിയോളം പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കുക, പിന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഇഡ്ഡലിക്കും അതുപോലെ ദോശക്കെല്ലാം ബാറ്റർ റെഡിയാക്കുന്നില്ല, ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. വീണ്ടും ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് ലൂസുമായി പോകരുത്, ഒരുപാട് തിക്കുമായി പോകരുത്, ആ ഒരു രീതിയിൽ കലക്കിയെടുക്കണം. അപ്പോൾ ഇതാ മുഴുവൻ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇതിന് കറക്റ്റാണ് 1.5 കപ്പ് പാല്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അടിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വാഫിൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വാഫിൾ റെഡിയാക്കുന്ന വാഫിൾ മേക്കർ ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ എടുത്തത് ഈ ഒരു ടൈപ്പിലുള്ള വാഫിൾ മേക്കറാണ്. റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള വാഫിൾ മേക്കറാണ് ഞാൻ എടുത്തത്. ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് ഇടാം. അപ്പോൾ ആദ്യം ഓൺ ചെയ്യുമ്പോൾ ചുവന്ന ലൈറ്റാണ് കത്തുക. പിന്നെ നന്നായിട്ട് ചൂടായി എന്ന് കാണുമ്പോൾ പച്ച ലൈറ്റ് കത്തും. അന്നേരം നമുക്കിതിലേക്ക് ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ടേനു, അത് ലൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ശരിക്കും കാണുന്നില്ല. നന്നായിട്ട് ചൂടായി എന്ന് കാണുമ്പോൾ ഇതിലേക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. മുകളിലും താഴെയും എല്ലായിടത്തും നന്നായിട്ട് തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. അതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കയ്യിൽ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ആക്കി കൊടുക്കുക. ഒരുപാട് നേരിയതായിട്ടല്ല, കുറച്ച് തിക്നെസ്സിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ ഒഴിച്ചിട്ട് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഇത് റെഡിയാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചോപ്പ് ലൈറ്റാണ് കത്തുന്നത്, പച്ച ലൈറ്റ് കത്തുമ്പോൾ ഇത് റെഡിയാവും. അപ്പം പച്ച ലൈറ്റ് കത്തിയിട്ടും 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പച്ച ലൈറ്റ് കത്തും. പിന്നെയും ഒരു 2 മിനിറ്റോളം ഞാൻ വെക്കുന്നുണ്ട്, അപ്പോഴാണ് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളം ഞാൻ വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുണ്ട്, കണ്ട ഈ ഒരു രീതിയിൽ ആയി കിട്ടും. ആ ഒരു പച്ച ലൈറ്റ് കത്തിയപാട് നമ്മൾ തുറക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ അവിടെ വെക്കുക. അതിനുശേഷം തുറന്നിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒഴിച്ചിട്ട് റെഡിയാക്കുക. അങ്ങനെ വാഫിളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ന്യൂട്ടെല്ല സ്പ്രെഡാക്കി കൊടുക്കാം. ഒന്നുകിൽ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹണിയോ പിന്നെ ഡേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇവിടെ മക്കൾക്കെല്ലാം ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയെല്ലാം ഒഴിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കുക. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു ബേജാറായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പിയോടെ കഴിച്ചോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വാഫിൾ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ന്യൂട്ടെല്ലൊന്നും സ്പ്രെഡ് ചെയ്യാതെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമൊക്കെ ഇട്ട് കൊടുത്താൽ അതുപോലെ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.